നമസ്കാരം. നമ്മുടെ അതിർത്തികളിൽ നിന്നും ഒടുവിൽ കണ്ണു തെളിക്കുന്ന ആ വമ്പൻ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ചൈനയുടെയും പാകിസ്ഥാന്റെയും അഹങ്കാരത്തിൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന അവരുടെ കോട്ടകളെ വെണ്ണീറാക്കാൻ പോകുന്ന ഭാരതത്തിൻ്റെ മഹാശരമായ അഗ്നി-6 മിസൈലിൻ്റെ ബ്ലൂ പ്രിൻ്റ്, അതായത് അതിൻ്റെ രൂപകൽപ്പന ഔദ്യോഗികമായി തയ്യാറായി കഴിഞ്ഞു. നമ്മൾ പണ്ടേ കേൾക്കുന്ന ഭാരതം പരീക്ഷിക്കാൻ പോകുന്നു, ആലോചിക്കുന്നു എന്ന മട്ടിലുള്ള പല്ലവിയല്ലത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ശക്തനായ ദേശീയ നേതൃത്വത്തിൻ്റെ നെഞ്ചൂക്കും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ പരിശ്രമവും ഒത്തുചേർന്നപ്പോൾ ലോകം ഇന്നേ വരെ കാണാത്ത ഒരു വിനാശകാരിയായ ആയുധമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ശത്രു രാജ്യങ്ങൾ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചാൽ മാത്രം തിരിച്ചു തല്ലിയിരുന്ന ആ പഴയ ഭാരതമല്ലത്. അടിക്കാൻ വരുന്നവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ താവളങ്ങളടക്കം ചാരമാക്കാൻ കെൽപ്പുള്ള ഒരു പുതിയ ഭാരതത്തിൻ്റെ വിശ്വരൂപമാണിത്. DRDO ചെയർമാൻ സമീർ വി കാമത്ത് തന്നെയാണ് ലോകത്തിനു മുന്നിൽ ഈ വമ്പൻ പ്രഖ്യാപനം നടത്തിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരൊറ്റ പച്ചക്കൊടി അതുമാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ അനുമതി പത്രത്തിൽ ഒപ്പുവെക്കുന്ന നിമിഷം മുതൽ ഭാരതത്തിൻ്റെ മണ്ണിൽ ഈ മിസൈലിൻ്റെ ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പിങ്ങും പൂർണ്ണതോതിലുള്ള നിർമ്മാണവും ആരംഭിക്കും. മിസൈൽ നിർമ്മാണം എന്നതിനപ്പുറം ഭാരതത്തെ ആർക്കും തൊടാൻ ധൈര്യമില്ലാത്ത ഒരു ആഗോള മഹാശക്തിയായി മാറ്റാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രതിരോധ നയങ്ങളുടെ ഏറ്റവും വലിയ കിരീടാവകാശിയാണ് ഈ അഗ്നി-6. ആദ്യം തന്നെ ഈ മിസൈലിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചും അതിൻ്റെ ദൂരപരിധിയെക്കുറിച്ചും നമുക്കൊന്ന് സംസാരിക്കാം. നമ്മുടെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ അഗ്നി-6 ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്, അതായത് ICBM. ഇതിൻ്റെ ഔദ്യോഗിക ദൂരപരിധി എന്ന് പറയുന്നത് 10,000 മുതൽ 12,000 കിലോമീറ്റർ വരെയാണ്. ചിന്തിച്ചു നോക്കൂ, 12,000 കിലോമീറ്റർ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്ന് ഒരൊറ്റ സ്വിച്ച് അമർത്തിയാൽ ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗും പാകിസ്ഥാൻ്റെ ഇസ്ലാമാബാദും മാത്രമല്ല, ഭാരതത്തിൻ്റെ നേരെ കണ്ണുവെക്കുന്ന ഏത് ലോകശക്തിയുടെയും കേന്ദ്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തരിപ്പണമാകും. ചൈന തങ്ങളുടെ ഭൂപടത്തിൽ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സൈനിക താവളങ്ങൾ പോലും ഈ അഗ്നിയുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ചൈനയും പാകിസ്ഥാനും എപ്പോഴും ഭാരതത്തെ വളയാൻ വേണ്ടി പലവിധ കുതന്ത്രങ്ങൾ മെനയുന്നവരാണ്. ചൈന അവരുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് നയം വഴി ഭാരതത്തിന് ചുറ്റുമുള്ള കടലുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. പാകിസ്ഥാനാകട്ടെ അതിർത്തിയിൽ ഭീകരരെ വിട്ട് നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങൾക്കും കൃത്യമായ ഒരു താക്കീതാണ് ഈ 12,000 കിലോമീറ്റർ ദൂരപരിധി. ഞങ്ങൾ ലക്ഷ്യം വെച്ചാൽ പിന്നെ അവിടെ പുല്ലുപോലും മുളയ്ക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഭാരതം നൽകുന്നത്. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു സർക്കാർ കേന്ദ്രത്തിലിരിക്കുമ്പോൾ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും പിന്തുണയും എത്രത്തോളം വലുതാണെന്ന് ഈ മിസൈലിൻ്റെ ദൂരപരിധി തന്നെ തെളിയിക്കുന്നു. അംഗീകാരം ലഭിച്ചാലുടൻ തന്നെ ഇതിൻ്റെ പ്രോട്ടോടൈപ്പിംഗ് നിർമ്മാണം ആരംഭിക്കും. അതായത് ലാബിൽ നിന്നും ഈ മിസൈൽ ഫാക്ടറികളിലേക്കും അവിടെ നിന്ന് പരീക്ഷണ വേദിയിലേക്കും മാറ്റും. നമ്മുടെ പ്രതിരോധ രംഗത്തെ ശാസ്ത്രജ്ഞർക്ക് ആവശ്യമായ ഫണ്ടിങ്ങും ആധുനിക സൗകര്യങ്ങളും യാതൊരു തടസ്സവുമില്ലാതെയാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായാൽ അതിനെ നേരിടാൻ നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്. വെള്ളത്തിനടിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഒരേപോലെ ശത്രുവിനെ ആക്രമിക്കാനുള്ള ശേഷി ഭാരതം ഇതിനകം തന്നെ കൈവരിച്ചിട്ടുണ്ട്. ഇതിനെയെല്ലാം ഒന്നുകൂടി പരിഷ്കരിച്ച് കൂടുതൽ മാരകമാക്കിയാണ് അഗ്നി-6 വരുന്നത്. ഇനി നമുക്ക് ഈ മിസൈലിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ സവിശേഷതയിലേക്ക് നോക്കാം. ഇത് കേട്ടാൽ ശത്രുക്കളുടെ ചോര തിളയ്ക്കും, പേടിച്ച് പണ്ടാരമടങ്ങും. അതാണ് MIRV സാങ്കേതിക വിദ്യ. ലളിതമായി പറഞ്ഞാൽ, ഒരു സാധാരണ മിസൈൽ വിക്ഷേപിച്ചാൽ അത് ഒരു ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ഒരൊറ്റ സ്ഫോടനമേ ഉണ്ടാക്കൂ. എന്നാൽ ഈ അഗ്നി-6 വിക്ഷേപിച്ചാൽ അത് അന്തരീക്ഷത്തിൻ്റെ മുകളിലെത്തുമ്പോൾ അതിൽ നിന്നും 10 അതിലധികമോ വാർ ഹെഡുകൾ വേർപെടും. ഈ വേർപെടുന്ന ഓരോ വാർ ഹെഡിനും വ്യത്യസ്ത ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുയരാൻ സാധിക്കും. അതായത് നമ്മൾ ഒരൊറ്റ അഗ്നി-6 മിസൈൽ വിക്ഷേപിച്ചാൽ ശത്രുരാജ്യത്തിൻ്റെ 10 പ്രമുഖ നഗരങ്ങളോ സൈനിക താവളങ്ങളോ ഒരേ സമയം ചാരമാകാൻ ഇതിന് സാധിക്കും. പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പ്രധാനപ്പെട്ട 10 സൈനിക കേന്ദ്രങ്ങളെ ഒരൊറ്റ മിസൈൽ കൊണ്ട് ഒരേ സെക്കൻഡിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം എത്രത്തോളമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനെ തടയാൻ ലോകത്തുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും സാധിക്കില്ല. കാരണം റഡാറുകളിൽ ഒരൊറ്റ മിസൈലായിരിക്കും കാണിക്കുക. എന്നാൽ പെട്ടെന്ന് അത് 10 പിരിഞ്ഞ് 10 വഴിക്ക് പോകുമ്പോൾ ശത്രുവിൻ്റെ കൺട്രോൾ റൂമുകൾ ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാകും. ഏതിനെ തടുക്കണം, ഏതിനെ തകർക്കണം എന്നറിയാതെ ശത്രുവിൻ്റെ പ്രതിരോധ കവചങ്ങൾ നിഷ്പ്രഭമാകും. ഭാരതത്തിൻ്റെ ഈ സാങ്കേതിക വിദ്യ ലോക സുരക്ഷാ ഭൂപടത്തിൽ നമ്മുടെ സ്ഥാനം വളരെ ഉയരത്തിലെത്തിച്ചിരിക്കുകയാണ്. ചൈന വലിയ കെട്ടി ആഘോഷിച്ച് നടത്തുന്ന അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും പാകിസ്ഥാൻ വിദേശത്തു നിന്ന് കടം വാങ്ങി സ്ഥാപിച്ചിരിക്കുന്ന റഡാറുകളും ഈ അഗ്നി-6 വരുന്നത് അറിയുക പോലുമില്ല. അവർ അറിഞ്ഞു വരുമ്പോഴേക്കും അവരുടെ താവളങ്ങൾ വെണ്ണീറായി കഴിഞ്ഞിരിക്കും. ശത്രു എത്ര വലിയ കവചം തീർത്താലും അതൊക്കെ തുളച്ചു കയറി ലക്ഷ്യം കാണാൻ ഈ മിസൈലിന് സാധിക്കുമെന്ന് DRDO ഉറപ്പിച്ചു പറയുന്നു. ചൈനയുടെ സാമ്പത്തിക തലസ്ഥാനമായ ഷാങ്ഹായും രാഷ്ട്രീയ കേന്ദ്രമായ ബീജിംഗും ഈ മിസൈലിൻ്റെ പരിധിയിൽ കൃത്യമായി വരുന്നുണ്ട്. ഇനി ഭാരതത്തെ ഭീഷണിപ്പെടുത്താൻ നോക്കിയാൽ സ്വന്തം രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന ഭയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ ഈ അഗ്നി-6 സാധിപ്പിക്കും.
പാകിസ്ഥാന്റെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട. ഭാരതത്തിന്റെ ഈ പുത്തൻ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ പാകിസ്ഥാന്റെ എല്ലാ തന്ത്രങ്ങളും പാടെ തകരും. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ നമ്മുടെ അതിർത്തികൾ കാക്കുന്ന ജവാന്മാർക്ക് കൂടുതൽ കരുത്തു പകരാൻ ഈ അഗ്നി-6ന് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ശക്തമായ രാജ്യസ്നേഹമുള്ള ഒരു ജനതയും അതിനകത്ത് ഒരു ഭരണകൂടവും ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്തിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഒരു ശത്രുവിനും സാധിക്കില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.